സരസ്വതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പൂക്കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് IB സതീഷ് MLA നിർവഹിച്ചു. മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് മാതൃകയാകുന്ന രീതിയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ഇവിടെ പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തിരിക്കുന്നത്. കൃഷി വകുപ്പിൽ നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്നും ഒരുപാട് തരത്തിലുള്ള പിന്തുണ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. സരസ്വതി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് വിളപ്പിലിൻ്റെ ക്യാമ്പസിൽ ഒരു ചെറിയ സ്വപ്നം പൂവിടർത്തുന്നു. അന്യസംസ്ഥാനത്തിൽ വിരിയുന്ന പൂക്കളെയും പച്ചക്കറികളെയും കൊണ്ട് ഓണം ആഘോഷിക്കുന്ന നമുക്ക് നമ്മുടെ മണ്ണിൽ വിരിയിച്ചെടുക്കുന്ന പൂക്കളും നമ്മൾ തന്നെ കൃഷി ചെയ്തെടുക്കുന്ന പച്ചക്കറികളും കൊണ്ട് ഒരു ഓണമാകട്ടെ എന്ന സദുദ്ദേശത്തോടെയാണ് കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇങ്ങനെ ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചത്. പൂക്കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് ഉദ്ഘാടനം MLA IB സതീഷ് നിർവഹിച്ചു. പിറകോട്ട് വലിക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, വർത്തമാനങ്ങളുണ്ടാവും. മനസ്സ് പതറരുത്. ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായാൽ മുന്നോട്ട് തന്നെ നടക്കണം. കാട്ടാക്കട പഞ്ചായത്തിൽ ഇത്തവണ 106 ഏക്കറിലാണ് പൂക്കൃഷി ചെയ്യുന്നത്. പഞ്ചായത്തിൽ നിന്നും കൃഷി വകുപ്പിൽ നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്നും വലിയ രീതിയിലുള്ള പിന്തുണയാണ് ഇവർക്ക് ലഭിച്ചത്. ഞാൻ അനുഷാനിൽ ഇവിടെ ഫൈനൽ ഇയർ MAയുടെ സ്റ്റുഡൻ്റാണ്, PG സ്റ്റുഡൻ്റാണ്. ഞാനിവിടെ അഡ്മിഷൻ എടുത്തിട്ട് തന്നെ 1 മന്ത് ആയുള്ളൂ. അപ്പം ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴേ അട്രാക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർഡനാണ്. ഈ ഗാർഡൻ ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ സാർ N ജയകുമാർ സാറിൻ്റെ നേതൃത്വത്തിലാണ് ഫസ്റ്റ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ തൊഴിലുറപ്പിനുള്ള കുറച്ച് ആൻറ്റിമാരും അതുപോലെ തന്നെ കോളേജിലെ സ്റ്റുഡൻസൊക്കെ ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് സ്ട്രൈവ് ചെയ്തിട്ടുണ്ട്. വയനാട് പുനരധിവാസത്തിനായി കോളേജ് സമാഹരിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുകയും കൂടാതെ ഓണസമ്മാനങ്ങളും ഓണക്കിറ്റുകളും വിതരണം ചെയ്യുകയും ചെയ്തു. വിളപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലിലി മോഹൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വിളപ്പിൽ രാധാകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രേണുക തുടങ്ങി നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്. ഞാൻ ജയകുമാരൻ, സരസ്വതി കോളേജിൻ്റെ തുടക്കം മുതൽ ഇതിൻ്റെ അക്കാഡമിക് ഡയറക്ടറാണ്. ഈ വർഷം ഞങ്ങളൊരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. വിഷരഹിത പച്ചക്കറി, അതുകൂടാതെ തോവാളയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മലയാളി ഒരുക്കുന്ന പൂക്കളം, അത് മലയാളിയുടേതല്ലല്ലോ, മലയാളത്തിൻ്റെ മണ്ണിൽ, കേരളത്തിൻ്റെ മണ്ണിൽ നമ്മുടെ കൈകൊണ്ട് തന്നെ നട്ട നമ്മുടെ മണ്ണിൽ നമ്മൾ വിരിയിച്ചെടുക്കുന്ന പൂക്കൾ നമ്മുടെ കൈകൾ കൊണ്ട് വീണ്ടും പൂക്കളം ഒരുക്കുമ്പോൾ അപ്പോൾ മാത്രമേ അത് നമ്മുടെ പൂക്കളങ്ങളാകുന്നുള്ളൂ. സരസ്വതി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എന്നും മറ്റുള്ളവർക്കൊരു മാതൃകയാണ്. തേടൈ ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുജിക്കൊപ്പം അഞ്ജലി.